അപ്പൊ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന പീഡിയാട്രിക്സിലെ റെസ്പിറേറ്ററി സിസ്റ്റത്തിലെ ടോപ്പിക്കാണ് ക്രൂപ്പ് സിൻഡ്രോം. ഞാൻ പീഡിയാട്രിക്സ് മാത്രമാട്ടോ ഡീൽ ചെയ്യണേ. അപ്പൊ ക്രൂപ്പ് സിൻഡ്രോം എന്ന് പറഞ്ഞാല് ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ ആണ്. പക്ഷേ അതെന്താണ്, ആദ്യം നമ്മൾ പെത്തോജൻസ് ഒരു അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ ആയിട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്യുക. സ്പ്രെഡ് ഇൻഫ്ലമേഷൻ വന്ന് ലോവർ റെസ്പിറേറ്ററി ട്രാക്ടിനെ കൂടെ എഫക്ട് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ അത് ബിലോ 5 ഇയേഴ്സിലുള്ള കുട്ടികൾക്ക് മോർട്ടാലിറ്റി ഉണ്ടാക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ബിലോ 5 ഇയേഴ്സ് ഓഫ് ഏജ് കേട്ടോ. മെയിൻ ആയിട്ട് ലോവർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, അതായത് കോസിങ് ഡെത്ത് എന്തൊക്കെയാന്ന് വെച്ചാൽ ക്രൂപ്പ് സിൻഡ്രോം, ബ്രോങ്കൈറ്റിസ്, ബ്രോങ്കിയോളൈറ്റിസ്, ന്യൂമോണിയ. അതിൽ ക്രൂപ്പ് സിൻഡ്രോമിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയണത്. അപ്പൊ ക്രൂപ്പ് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു അപ്പർ എയർവേ ഇൻഫെക്ഷൻ വന്നിട്ട് ഇൻഫ്ലെയിംഡ് ആയിട്ട് അത് ലോവർ റെസ്പിറേറ്ററി ട്രാക്ടിനെ അങ്ങോട്ട് എന്ത് ചെയ്യും, എഫക്ട് ചെയ്യാണ് ചെയ്യുക. അപ്പൊ അത് മെയിൻലി എന്താ ചെയ്യുന്ന വെച്ചാല് നമ്മുടെ ആ ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ, അതായത് ട്രക്കിയനെ ഇതിനെല്ലാം കൂടെ എന്താക്കാണ്, ഒബ്സ്ട്രക്ഷൻ വരിക ചെയ്യുക. അപ്പൊ ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസും ഭയങ്കര എന്താ പറയാ റെസ്പിറേറ്ററി ഡിസ്ട്രസ് ഒക്കെയാണ് മെയിൻ ആയിട്ട് കാണിക്കുന്നത്. അപ്പൊ അതാണ് ഫസ്റ്റ് ഞാൻ പറഞ്ഞത്, ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് ഇരിക്കുന്നതാണ് കേട്ടോ. മില്യൺ 4 ആൾക്കാരാണ് കോസ് ചെയ്യുന്നത്. മോർട്ടാലിറ്റി ബിലോ 5 ഇയേഴ്സ് ബ്രോങ്കോണിയ. പിന്നെ ക്രൂപ്പ് എന്ന് പറഞ്ഞാൽ ക്രൂപ്പ് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ കുറെ സിൻഡ്രോംസ് ആണ് കേട്ടോ. അതിൽ മെയിൻ ആയിട്ടുള്ളത് ഇതൊക്കെയാ താഴെ പറയുന്നത്. അപ്പൊ ക്രൂപ്പ് എന്ന് പറഞ്ഞാൽ അപ്പർ എയർവേ ഇൻഫെക്ഷൻ ദാറ്റ് ബ്ലോക്സ് ബ്രീത്തിങ് ആൻഡ് ഹാസ് എ ഡിസ്റ്റിങ്ക്റ്റ് വാക്കിംഗ് കഫ്. അതായത് വാക്കിംഗ് കഫിനേക്കാൾ നമുക്ക് പറയാം ബ്രാസി പറയാം. ബ്രാസ് മെറ്റൽ അല്ല. അപ്പം കോഫ് എങ്ങനത്തെ ഒരു മെറ്റൽ ഇങ്ങനെ വരുത്തിയാലുള്ളൊരു ടൈപ്പ് കോഫാണ് ഇതിന് മെയിൻ ആയിട്ട് ഉണ്ടാവുക. ചിലപ്പോൾ എന്തായിരിക്കും, ഇറ്റ് വിൽ ബി അസോസിയേറ്റഡ് വിത്ത് ഇൻസ്പിറേറ്ററി സ്ട്രൈഡർ, വിത്ത് ഓർ വിത്തൗട്ട്. ചിലപ്പോൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഉണ്ടാവാണ്ടിരിക്കാം. അത് ലേറ്റർ സ്റ്റേജിലൊക്കെയാണ് ഇൻസ്പിറേറ്ററി സ്ട്രൈഡറും പിന്നെ എന്താ ഡിഫിക്കൽട്ടി, ഹോസ്നെസ് ഓഫ് വോയിസ് ഒക്കെ ആയിട്ട് കാണിക്കുന്നത്. അപ്പൊ മെയിൻലി എന്താ ഒരു ബാർക്കിംഗ് കോഫ് അല്ലെങ്കിൽ ബ്രാസി കോഫ് ആണ് ഇതിന്റെ മെയിൻ ക്ലിനിക്കൽ ഫീച്ചർ എന്ന് പറയുന്നത്. സോ ക്രൂപ്പ് ഇറ്റ് ഈസ് എ upper airway infection that blocks breathing and has a distinctive barking cough without the inspiratory stridor. ചിലപ്പം എന്തുണ്ടാവും, ലേറ്റർ സ്റ്റേജിൽ ഇൻസ്പിറേറ്ററി സ്ട്രൈഡർ ഉണ്ടാവും, ഹോസ്നെസ് ഉണ്ടാവും, റെസ്പിറേറ്ററി ഡിസ്ട്രസ് വരെ ഉണ്ടാവും, ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസും സ്വാലോ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അങ്ങനത്തെ ഉണ്ടാവും കുട്ടികൾക്ക്. അപ്പൊ ക്രൂപ്പ് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഞാൻ കുറെ കാര്യങ്ങൾ ക്രൂപ്പ് എന്ന് പറയപ്പെടുന്നത്. അതിൽ മെയിൻ ആയിട്ട് ഒന്ന് അക്യൂട്ട് എപ്പിഗ്ലോട്ടൈറ്റിസ് ആണ്, രണ്ടാമത്തെ ലാരിഞ്ചൈറ്റിസ്, മൂന്നാമത്തെ ലാരിങ്കോ ട്രക്കിയോ ബ്രോങ്കൈറ്റിസ്, പിന്നെ സ്പാസ്മോഡിക് ലാരിഞ്ചൈറ്റിസ്. ഇത് 4 പിന്നെ മാനേജ്മെന്റും പെട്ടെന്ന് തീരും. അപ്പോ ഇതിൽ കാണിക്കുന്നത്, ഈ പിക്ചർ കാണിക്കുന്നത് നമ്മുടെ എയർവേ പാത്വേ ആണ് കാണിക്കുന്നത്. നമുക്കറിയാം ലാരിൻസ്, ട്രക്കിയസ്. അപ്പൊ ഇത് ഞാൻ പറഞ്ഞില്ല, മെയിൻ ആയിട്ടുള്ളത് ഒന്ന് അക്യൂട്ട് എപ്പിഗ്ലോട്ടൈറ്റിസ് ആണ്. അതായത് സുപ്രാഗ്ലോട്ടൈറ്റിസ് എന്ന് പറയും. സുപ്രാഗ്ലോട്ടൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മളെ എപ്പിഗ്ലോട്ടിസും ഹൈപ്പോഫാരിൻസും അത് രണ്ടും ഇൻക്ലൂഡഡ് ആണ്. എഴുതാം. സുപ്രാഗ്ലോട്ടിസ് എന്ന് പറഞ്ഞ റീജിയണിന് ഇൻഫ്ലെയിംഡ് ആവുന്നതാണ് അക്യൂട്ട്. സുപ്രാഗ്ലോട്ടിസ് എന്ന് പറഞ്ഞാല് എപ്പിഗ്ലോട്ടിസും പിന്നെ നമ്മുടെ ഇത് രണ്ടും ഇൻക്ലൂഡഡ് ആയിട്ടാണ് നമ്മൾ സുപ്രാഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ അക്യൂട്ട് എപ്പിഗ്ലോട്ടൈറ്റിസ് അല്ലെങ്കിൽ സുപ്രാഗ്ലോട്ടൈറ്റിസ്, രണ്ട് സെയിം തന്നെയാണ്. പിന്നെ കാണിക്കുന്നത് ഈ കാണുന്ന ലാരിൻസിന്റെ ഇൻഫ്ലമേഷൻ, ലാരിഞ്ചൈറ്റിസ്. കട്ടായ കേക്കുന്ന. ഹലോ ഐഷ, ഒരു മിനിറ്റ് കേട്ടോ. ഹലോ, പറഞ്ഞോ. കേൾക്കാവോ? പറഞ്ഞോട്ടോ. ഹലോ ഹലോ, കേൾക്കാവോ? കേക്കാടി. ഹലോ, ഹലോ ഹലോ. എടാ കട്ടാവുന്നുണ്ട് കേട്ടോ നീ പറയുന്നേ.
ഹലോ. ഒരു മിനിറ്റ്. റേഞ്ച് ഇല്ലേ? അല്ലൂടാ, കട്ടായി കേൾക്കുന്നേ. റേഞ്ച് എടുത്തോട്ട് മാറി നിൽക്കാവോ? ഹലോ, റേഞ്ച് ആണോ? കേൾക്കാവോ? ഹലോ ഹലോ, കേൾക്കുന്നില്ല? റേഞ്ച് ഉണ്ടല്ലോ. കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ഹലോ, നീ പറ. ഓക്കെ. ഞാൻ എഴുതാട്ടാ. അപ്പൊ ഇപ്പൊ ക്രൂപ്പ് കേൾക്കാം, പറഞ്ഞു. പറഞ്ഞാൽ മെയിൻ ആയിട്ട് ഫസ്റ്റ് വൺ ലാരിഞ്ചൈറ്റിസ് ഉണ്ട്, സെക്കൻഡ് അക്യൂട്ട് എപ്പിഗ്ലോട്ടൈറ്റിസ്, മൂന്നാമത്തെ ബ്രോങ്കോലൈറ്റിസ്, നാലാമത്തെ സ്പാസ്മോഡിക് ലാരിൻസ് എന്ന് പറയും. ഇങ്ങനെ മൂന്നെണ്ണം ഞാൻ എഴുതി കാണിച്ചു തരാം. ഹലോ ഹലോ ഹലോ, കട്ടായി കേൾക്കുന്നത്. ഹലോ, നല്ല കട്ടാവുന്നുണ്ട്. കട്ടാവുന്നു. ഞാൻ ഫുൾ ഇത്ര റേഞ്ച് പോയി. ഹലോ ഹലോ, എന്തൊരു കഷ്ടായിപ്പോ. ഹലോ ആടാ പറ. ഹലോ ഹലോ, കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ടോടി? കേൾക്കുന്നുണ്ട്. അപ്പൊ ഈ 4 സംഭവം മനസ്സിലായല്ലോ. അക്യൂട്ട് എപ്പിഗ്ലോട്ടൈറ്റിസ്, ലാരിഞ്ചൈറ്റിസ്, ലാരിങ്കോ ട്രക്കിയോ ബ്രോങ്കൈറ്റിസ്, സ്പാസ്മോഡിക് ലാരിഞ്ചൈറ്റിസ്. ഈ താഴെ കാണിക്കുന്ന പിക്കിൽ ഞാൻ ലാരിൻസ്, ട്രക്കിയ അതൊക്കെ നമ്മളെ ആ ട്രക്കിയയുടെ ഭാഗം നാരോഡ് ആവുമ്പോഴാണ് ക്രൂപ്പ് വരുന്നത്. ക്രൂപ്പിൽ എന്ന് പറഞ്ഞാൽ നാരോഡ് ആയിരിക്കും ട്രക്കിയയുടെ ഭാഗം. അതിന് പറഞ്ഞ പേരാണ് സ്റ്റീപ്പിൾ സൈൻ. ഹലോ, കാണാതിരിക്കൂലേ? കേൾക്കാം, പറഞ്ഞു. ഇപ്പൊ കേൾക്കാം, പറഞ്ഞു. സ്റ്റീപ്പിൾ സൈൻ, നാരോ ട്രക്കിയൊക്കെ പറയുന്ന പേര്. ഓക്കെ. നെക്സ്റ്റ് ഞാൻ ഫസ്റ്റ് വേണം അക്യൂട്ട് എപ്പിഗ്ലോട്ടൈറ്റിസ്. അപ്പം അക്യൂട്ട് എപ്പിഗ്ലോട്ടൈറ്റിസ് അല്ലെങ്കിൽ സുപ്രാഗ്ലോട്ടൈറ്റിസ് എന്നൊക്കെ പറഞ്ഞാൽ എപ്പിഗ്ലോട്ടൈറ്റിസിന്റെയും ഇൻഫ്ലമേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ ഹൈപ്പോഫാരിൻസ് മൊത്തം എഡിമാറ്റസ് ആയിരിക്കും. അതാണ് നമ്മൾ സുപ്രാഗ്ലോട്ടൈറ്റിസ് അല്ലെങ്കിൽ അക്യൂട്ട് എപ്പിഗ്ലോട്ടൈറ്റിസ് എന്നൊക്കെ മീൻ ചെയ്യുന്നത്. അതിന്റെ മെയിൻ ഇറ്റിയോളജി എന്ന് പറഞ്ഞാൽ നമ്മളെ ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ആണ് കോസ് ചെയ്യുന്നത് ഇറ്റിയോളജി എന്ന് പറഞ്ഞാൽ. പിന്നെ പെത്തോജെനിസിസ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് ഒരു അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൽനെസ് ആയിട്ടായിരിക്കും അപ്പിയർ ചെയ്യാം. അതിന്റെ കൂടെ തന്നെ ആ കുട്ടിക്ക് എന്തുണ്ടാവും? ഫീവർ ഉണ്ടാവും, പിന്നെ ഡിഫിക്കൽട്ടി ഇൻ സ്വാലോയിങ് ഒക്കെ ഉണ്ടാവും. ഹൈ ഫീവറും ഡിഫിക്കൽട്ടി ഇൻ സ്വാലോയിങ്ങും. അങ്ങനെ ആ കുട്ടിക്ക് പിന്നെ എന്താ ഡിസ്ഫേജിയ ഇതൊക്കെ വന്നിട്ട് പിന്നെ സംസാരിക്കാൻ പറ്റാത്തത്. അങ്ങനെ കുട്ടി എന്ത് ചെയ്യും? നെക്ക് ലീനിങ് ഫോർവേഡ് വിത്ത് നെക്ക് എക്സ്റ്റെൻഡഡ് ആയിട്ട് വെച്ചിട്ട് പിന്നെ സലൈവ മൊത്തം എന്ത് ചെയ്യും? ഡ്രിബിൾ ചെയ്യും. അതൊക്കെയാണ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. പിന്നെ ആ കുട്ടി എന്ത് ചെയ്യും? ഭയങ്കര ഞാൻ പറഞ്ഞില്ല, അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് മൊത്തം ഇൻഫെക്റ്റഡ് ആയിട്ട് ഇൻഫ്ലെയിംഡ് ആയിട്ട് മാറുമ്പോൾ ആ കുട്ടിക്ക് ആക്സസറി മസിൽസ് യൂസ് ചെയ്യേണ്ടി വരും റെസ്പിറേഷന് വേണ്ടിയിട്ട്.
പിന്നെ നമുക്ക് അറിയാം, ഈ ന്യൂമോണിയ ഉള്ള കേസിൽ കുട്ടികളെ നോക്കിയാൽ മതി, അവർക്ക് കൂടുതലും കാണാൻ റിട്രാക്ഷൻസ് ആയിരിക്കും, ഇന്റർകോസ്റ്റൽ റിട്രാക്ഷൻസ്. അത് ഒന്നെങ്കിൽ സുപ്രാസ്റ്റേണൽ ആവാൻ, സബ് കോസ്റ്റൽ റിട്രാക്ഷൻസ് ഒക്കെ നമുക്ക് ക്ലിനിക്കലി തന്നെ ആ കുട്ടികളെ കണ്ടാൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, റിട്രാക്ഷൻസും കാര്യങ്ങളൊക്കെ ഓൺ എക്സാമിനേഷൻ നമുക്ക് ഇൻസ്പെക്ഷനിൽ തന്നെ അറിയാൻ പറ്റും. പിന്നെ ആ കുട്ടികളാകെ തളർന്ന് സ്ട്രൈഡർ, ഞാൻ പറഞ്ഞില്ലേ ഇൻസ്പിറേറ്റഡ് സ്ട്രൈഡർ ഉണ്ടാവും, ലാസ്റ്റ് സ്റ്റേജ് ഒക്കെ ആവുമ്പോൾ ഡിമിനിഷ് ചെയ്യും. ഓക്കെ, അതാണ് പെത്തോജെൻസും ക്ലിനിക്കൽ ഫീച്ചേഴ്സും ഈ പിക്കിൽ കാണിക്കുന്നുണ്ട്. ഇത് കണ്ടോ, നോർമലി എന്ന് വെച്ചാൽ ആ ട്രക്കിയും ലോക്കൽ കോഡും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടോ. ഒരു ഇൻഫ്ലെയിംഡ് ആണെന്നുണ്ടെങ്കിൽ ആ എപ്പിഗ്ലോട്ടിസ് മറ്റേ ഹൈപ്പോഫാരൻസിന്റെ ഭാഗമൊക്കെ ഫുൾ എഡിമാറ്റസ് ആയിരിക്കും. പിന്നെ സ്വെല്ലിംഗ് ഒക്കെ കാണിക്കും. കണ്ടോ, ഇത് നോർമൽ, ഫസ്റ്റ് പിക്ക് നോർമൽ ലാരിൻസ്, അതിൽ ട്രക്കിയും വോക്കൽ കോഡും, പിന്നെ സെക്കൻഡ് ഇൻഫ്ലെയിംഡ് ലാരിൻസ്, അതിൽ മൊത്തം സ്വെല്ലിംഗ് ഓഫ് ദ വോക്കൽ കോഡും എഡിമാറ്റസ്. അങ്ങനെ കുട്ടിക്ക് സ്വാലോ ചെയ്യാനുള്ള ബുദ്ധിമുട്ടും ഫോണേഷനും ഒക്കെ എഫക്റ്റഡ് ആവും. ഓക്കെ, അതാണ് ഫസ്റ്റ് അക്യൂട്ട് എപ്പിഗ്ലോട്ടൈറ്റിസ്. പിന്നെ ഈ അക്യൂട്ട് എപ്പിഗ്ലോട്ടൈറ്റിസ് കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഡയഗ്നോസ് ചെയ്യാം. ഈ അക്യൂട്ട് എപ്പിഗ്ലോട്ടൈറ്റിസ് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് യൂസിങ് ഡയറക്റ്റ് ലാരിംഗോസ്കോപ്പി വെച്ചിട്ടാണ്. അത് നമ്മൾ എന്താ പറയാ, ക്ലിനിക്കലി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും ബെറ്റർ അതാ. കാരണം ഒക്കെ കുട്ടികൾ ലെസ് ദാൻ 5 years ഓഫ് ഏജ് അല്ലേ, അപ്പൊ അവർക്ക് നമ്മൾ ലാരിംഗോസ്കോപ്പ് വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ നന്നായിട്ട് ഭയങ്കര പ്രിപ്പറേഷൻസ് എടുക്കണം, ഭയങ്കര കോഷ്യസ് ആയിരിക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ ലാരിംഗോസ്കോപ്പ് എല്ലാം കൂടെ കുട്ടിക്ക് ഡയറക്റ്റ് ലാരിംഗോസ്കോപ്പി ഒക്കെ വെച്ച് നോക്കി കഴിഞ്ഞാൽ ചിലപ്പം ലാരിങ്സിന് എന്ത് വരാം, സ്പാസം വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ അത് കുട്ടീനെ ലീഡ്സ് ടു ഡെത്ത്. പിന്നെ നമ്മൾ ഈ ഡയറക്റ്റ് ലാരിംഗോസ്കോപ്പ് വെച്ച് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്, ഡയറക്റ്റ് ലാരിംഗോസ്കോപ്പ് വെച്ചിട്ട്. അപ്പൊ അതിൽ നമ്മൾ മെയിൻ ആയിട്ട് കാണുന്നത് എന്താന്ന് വെച്ചാൽ അതിന്റെ എപ്പിഗ്ലോട്ടിസ് മൊത്തം ആംഗ്രി റെഡ് കളർ ആയിരിക്കും, ഭയങ്കര റെഡ് ആയിരിക്കും, സൊള്ളനായിരിക്കും. ഈ പിക്കുള്ള കളർ ആയിരിക്കും, റെഡ് ആയിരിക്കും. വേറൊരു പിക്കും കൂടി കാണിക്കണം. ഡയഗ്നോസിസ് ഓഫ് ലാരിഞ്ചൈറ്റിസ് സിംറ്റംസ് ആണ് മെയിൻ ആയിട്ട്. പക്ഷെ നമുക്ക് ലാരിംഗോസ്കോപ്പി വെച്ചിട്ട് നമുക്ക് കൺഫർമേഷൻ പറയാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യും, ഡയറക്റ്റ് ലാരിംഗോസ്കോപ്പി. അത് നമ്മൾ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. ഇഫ് സിംറ്റംസ് പെർസിസ്റ്റ് മോർ ദാൻ 3 weeks, ആഴ്ചയിൽ കൂടുതൽ സിംറ്റംസ്, അതായത് ഭയങ്കര ബ്രാസി, കോഫ്, പിന്നെ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി, റെസ്പിറേറ്ററി ഡിസ്ട്രസ്, ഇതെല്ലാം കൂടെ വരുമ്പോഴാണ് ചെയ്ത് ലാരിംഗോസ്കോപ്പി വെച്ചിട്ട്. ഓക്കെ, കേട്ടോ, ഭയങ്കര സൊള്ളനായിട്ട് കിടക്കുന്ന കണ്ടോ, എപ്പിഗ്ലോട്ടിസും സംഭവങ്ങളൊക്കെ ഫുൾ എഡിമാറ്റസ് ആയിരിക്കും. കാര്യമായിട്ടൊന്നുമില്ല, റെഡ് ആയിരിക്കും, സൊള്ളനായിരിക്കും എപ്പിഗ്ലോട്ടൈറ്റിസ് മൊത്തം. പിന്നെ ക്രൂപ്പിന്റെ പിക്കാണ് പറഞ്ഞത്, നോർമൽ ലാരിൻസും ക്രൂപ്പും തമ്മിൽ. നമ്മളൊരു ഹെൽത്തി എയർവേ നോക്കുകയാണെന്നുണ്ടെങ്കിലും ക്രൂപ്പിന്റെ നോക്കുകയാണെങ്കിൽ, ക്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ മൊത്തം കണ്ടോ ആ നമ്മളെ ആ എയർവേ ഫുൾ എന്തായിട്ടുണ്ടാവും, നാരോഡ് ആയിരിക്കും. കാരണം മൊത്തം ഇൻഫ്ലെയിംഡ് ആയിരിക്കും, അവിടെയുള്ള സ്മൂത്ത് മസിൽസും കാര്യങ്ങളെല്ലാം ഇൻഫ്ലെയിംഡ് ആയിട്ട് ഒരു നാരോ ലൂമൻ ആയിരിക്കും. മറ്റോടത്ത് ക്ലിയർ ആയിട്ട് കിടക്കുന്നുണ്ടോ നമ്മുടെ എയർവേ, ഇവിടെ ലൂമിനൊക്കെ ചെറുതായിട്ട് ഭയങ്കര ബ്രീത്തിങ് ഡിഫിക്കൽട്ടിയും കാര്യങ്ങളായിരിക്കും. പിന്നെ ഇതിന്റെ ട്രീറ്റ്മെന്റ്, ഈ അക്യൂട്ട് എപ്പിഗ്ലോട്ടൈറ്റിസ് അല്ലെങ്കിൽ സബ്ഗ്ലോട്ടൈറ്റിസ് കണ്ടീഷനിൽ നമ്മൾ ഫസ്റ്റ് ഇതൊരു എമർജൻസി കണ്ടീഷനാണ്. അതായത് കുട്ടിക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടിയും കാര്യമൊക്കെ വരില്ല, അതും ലെസ് ദാൻ 5 years ഉള്ള കുട്ടികൾക്ക്. അപ്പൊ നമ്മൾ കൺഫേം ചെയ്യുന്നത് ഡയറക്റ്റ് ലാരിംഗോസ്കോപ്പി. അപ്പൊ ട്രീറ്റ്മെന്റ് പെട്ടെന്ന് നമ്മൾ എന്ത് ഹോസ്പിറ്റലൈസ് ചെയ്യുക, അവർക്ക് മെയിൻ ആയിട്ട് നമ്മൾ മറ്റേ ഫേസ് മാസ്ക് വെച്ചിട്ട് ഓക്സിജൻ കൊടുക്കുക. കാരണം ഇതിന്റെ ലേറ്റർ കണ്ടീഷനിൽ ഇവർക്ക് ഓക്സിജൻ കൂടി കിട്ടിയിട്ടില്ലെങ്കിൽ, അതായത് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി വന്നാൽ അവിടെ ഓക്സിജൻ കുറയുമല്ലോ, അങ്ങനെ കുട്ടിക്ക് ഹൈപ്പോക്സിയ കണ്ടീഷൻ ഒക്കെ അടിക്കും, അങ്ങനെ ഡെത്തിലേക്ക് ലീഡ് ചെയ്യും. അതുകൊണ്ട് ഈ കുട്ടികൾക്ക് നമ്മൾ ആദ്യം എന്ത് കൊടുക്കണം, ഓക്സിജൻ സപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ ഭയങ്കര റൂമും ആ കിടക്കുന്ന സ്പേസ് എല്ലാം കൂടെ ഹ്യൂമിഡിഫൈ ചെയ്യാം, അങ്ങനെയൊക്കെ. പിന്നെ അവിടെ തേർഡ് പോയിന്റ് കണ്ടോ, അൺനെസറി മാനിപ്പുലേഷൻ അവോയ്ഡ്. അതായത് നമ്മൾ ഈ ചെറിയ കുട്ടിയല്ല, അതിന്റെ ലാരിംഗോസ്കോപ്പ് ഇതെല്ലാം കൂടെ കുത്തിക്കയറ്റി ലാരിഞ്ചൽ സ്പാസം അതൊന്നും കോസ് ചെയ്യരുത്. പിന്നെ നമ്മൾ IV ഫ്ലൂയിഡ്സ് കൊടുക്കുക. പിന്നെ ഇതൊരു ഇൻഫ്ലെയിംഡ് കണ്ടീഷൻ ആയതുകൊണ്ട് നമ്മൾ എന്ത് കൊടുക്കുക, 3rd generation സെഫാലോസ്പോറിൻസ് ലൈക്ക് സെഫോടാക്സിൻ, സെഫ്ട്രയസോൺ ഒക്കെ കൊടുക്കുക, 100 mg/kg/day. അത് കൊടുക്കുക. പിന്നെ നമ്മൾ വേണ്ടി വന്നാൽ വേണമെങ്കിൽ മാത്രം, അല്ലാണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികളുടെ അൺനെസറി മാനിപ്പുലേഷൻ ചെയ്യരുത്. അതായത് നല്ലോണം എന്ത് ചെയ്യുക, അവരുടെ ഈ ഇൻസ്പിറേറ്ററി സ്ട്രൈഡർ ഒക്കെ കൂടാണ്, അല്ലെങ്കിൽ ആന്റിബയോട്ടിക്സ്, അതായത് നമ്മളെ 3rd generation സെഫാലോസ്പോറിൻസ് ഇവരൊന്ന് കൊടുത്തിട്ട് കുട്ടിക്ക് യാതൊരു റെസ്പോൺസും ഇല്ല, അല്ലാന്നുണ്ടെങ്കിൽ ഒബ്സ്ട്രക്ഷൻ എന്ത് ചെയ്യുക, കൂടിക്കൊണ്ടേയിരിക്കുക, വേഴ്സൺ ചെയ്യാണ്. അങ്ങനത്തെ കണ്ടീഷനൊക്കെ ആണെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, എൻഡോട്രക്കിയൽ ഇൻട്യൂബേഷൻ അല്ലെങ്കിൽ ട്രക്കിയോസ്റ്റമി ചെയ്യുക. ഓക്കെ,
ഇതാണ് ഫസ്റ്റ് പാർട്ട് അക്യൂട്ട് എപ്പിഗ്ലോട്ടൈറ്റിസ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് കണ്ടീഷൻ ഞാൻ പറഞ്ഞില്ലേ, ലാരിഞ്ചൈറ്റിസ് ഒരു അല്ലെങ്കിൽ കാര്യം ലാരിങ്കോ ട്രക്കിയോ. ഹലോ, എടാ, ഇതിനകത്താണ് തം സൈൻ കാണുന്നത് എക്സ്റേയില്. എക്സ്റേ ഒന്നും ടെക്സ്റ്റിൽ ഇപ്പൊ പറഞ്ഞിട്ടില്ല. ഡയഗ്നോസ് ലാരിങ്കോസ്കോപ്പി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതിന്റെ അകത്ത് സ്റ്റീപ്പിൾ സൈൻ ആണോ? സൈൻ അല്ലേ? സൈൻ വേറെ എന്തോ രണ്ടും രണ്ട് ഇതിലാ കാണുന്നത്. മാമിന്റെ നോട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, നീ പറ. മാമിന്റെ നോട്ടൊന്നും എന്റെ കയ്യിലില്ല. പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇതാണ് ഫസ്റ്റ് അക്യൂട്ട് എപ്പിഗ്ലോട്ടൈറ്റിസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ. പിന്നെ നമ്മുടെ രണ്ടാമത്തെ കണ്ടീഷൻ ഇൻഫെക്ഷ്യസ് ഗ്രൂപ്പ്, അതായത് ലാരിഞ്ചൈറ്റിസും ലാരിങ്കോ ട്രക്കിയോ ബ്രോങ്കൈറ്റിസ്, ഇത് രണ്ടും കൂടി കൂടിയതാണ് നമ്മൾ ഇൻഫെക്ഷ്യസ് ഗ്രൂപ്പ് എന്ന് പറയാം. അപ്പൊ മറ്റേത് ഞാൻ കോസ് ചെയ്യുന്ന അക്യൂട്ട് എപ്പിഗ്ലോട്ടൈറ്റിസ് ആണെങ്കിൽ അത് കോസ് ചെയ്യുന്നത് ആരാ? നമ്മളെ ഹിമോഫിലസ് ഇൻഫ്ലുവൻസ ആണ്. ഇത് മെയിൻ ആയിട്ട് ഉണ്ടാക്കുന്ന വൈറസുകളാണ്, ലൈക്ക് പാര ഇൻഫ്ലുവൻസ ടൈപ്പ് 2 ടൈപ്പ് 3, പിന്നെ ഇൻഫ്ലുവൻസ വൈറസ്, അഡിനോ റൈനോ വൈറസ്, ഇവരൊക്കെയാണ് മെയിൻ ആയിട്ട് ഇൻഫെക്ഷ്യസ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത് വൈറസുകളാണ്. പിന്നെ ഇതിന്റെ അതുപോലെ തന്നെ എന്താന്ന് വെച്ചാൽ പാത്തോജൻസ് അല്ലെങ്കിൽ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഏകദേശം മറ്റേതിന്റെ പോലെ തന്നെ ബ്രാസി കോഫ്, ഇൻസ്പിറേറ്ററി സ്ട്രൈഡർ ഒക്കെ തന്നെ ഗ്രൂപ്പ് എന്നുള്ള കണ്ടീഷന്റെ സെയിം തന്നെ. ഇവിടെ എന്താന്ന് വെച്ചാൽ ഇൻസ്പിറേറ്ററി സ്ട്രൈഡർ എന്ത് ചെയ്യും, ഒബ്സ്ട്രക്ഷൻ കൂടുന്തോറും, അതായത് ആ ലൂമൻ നല്ലോണം നാരോഡായിട്ട് വരുന്നതിന്, അതായത് ഒബ്സ്ട്രക്ഷൻ കൂടുന്തോറും എന്ത് ചെയ്യും, ആ സ്പേസ് കുറയല്ലേ. അപ്പൊ ആ കുട്ടി എന്ത് ചെയ്യും, ബ്രീത്ത് ചെയ്യും തോറും എന്ത് വരും, ആ ഇൻസ്പിറേറ്ററി സ്ട്രൈഡർ ആ സൗണ്ട് നമുക്ക് നന്നായിട്ട് കേൾക്കാൻ പറ്റും. നമ്മൾ ഓസ്കൾട്ടേറ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് അല്ലെങ്കിൽ പുറത്തോട്ട് തന്നെ കേൾക്കാം, അങ്ങനെ എന്തോ ആണ്. ഇൻസ്പിറേറ്ററി സ്ട്രൈഡർ നന്നായിട്ട് അറിയാൻ പറ്റും. ഈ ഇൻസ്പിറേറ്ററി സ്ട്രൈഡർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ ബ്രീത്ത് ഇൻ ആട്ടോ, ബ്രീത്ത് ഔട്ട് അല്ല, ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ വോക്കൽ കോഡിന്റെ മുകളിലുള്ള ടിഷ്യൂസ് എല്ലാം കൂടെ എന്താണ്, ഇൻഫ്ലെയിംഡ് ആയി ഇതിന്റെ ഒരു സൗണ്ട് ആണ് കേൾക്കുന്നത്. അതാണ് സ്ട്രൈഡർ കേട്ടോ, ഇൻസ്പിറേറ്ററി സ്ട്രൈഡർ. വോക്കൽ കോഡിന്റെ മുകളിലുള്ള എല്ലാവിധ സംഭവങ്ങളും ഇൻഫ്ലെയിംഡ് ആയിട്ടുള്ള ടിഷ്യൂസും കാര്യങ്ങളൊക്കെ ഇൻഫ്ലെയിംഡ് ആയതുകൊണ്ടാണ് നമ്മൾ ഇൻസ്പിറേറ്ററി സ്ട്രൈഡർ കേൾക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സുപ്രാസ്റ്റേണൽ ആൻഡ് ഇന്റർകോസ്റ്റൽ റിട്രാക്ഷൻസും കാര്യങ്ങളൊക്കെ കാണും. അങ്ങനെ കുട്ടി ആകെ റെസ്റ്റ്ലെസ് ആവും, ഫറ്റീഗ്ഡ് ആയിരിക്കും. പിന്നെ ചിലർക്ക് ആൻഷ്യസ്, ഇത് ടെക്കിപ്നി ഉണ്ടോ ഞാൻ പറഞ്ഞില്ല, ഓക്സിജനും കാര്യങ്ങളൊക്കെ കുറയും, ഹൈപ്പോക്സി അടിക്കും കുട്ടിക്ക്, അങ്ങനെ സൈനോസിസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ സൈനോസിസും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് പറഞ്ഞു, കുട്ടിക്ക് ഓക്സിജൻ സപ്ലൈ ചെയ്യുക, ഹ്യൂമിഡിഫിക്കേഷൻ ഓക്സിജൻ. അതുപോലെ തന്നെ ഇതും. പിന്നെ എന്ത് ചെയ്യും, ഒബ്സ്ട്രക്ഷൻ കൂടുന്തോറും എന്ത് ചെയ്യും, കുട്ടിയുടെ ബ്രെത്ത് സൗണ്ട്സ് ഇന്നോഡിബിൾ ആവും. കൂടുതൽ നമ്മൾ ഈ സ്ട്രൈഡർ ആണ് കേൾക്കുക. പിന്നെ അങ്ങനെ അവസാനത്തേക്ക് സ്ട്രൈഡറും എന്ത് ചെയ്യും, ഡിഗ്രീസ് ചെയ്ത് വരും. പിന്നെ ഇതില് ഇൻഫ്ലെയിംഡ് ലാരിൻസിന്റെ പീക്കാണ് കാണിക്കുന്നത്. ഇത് കണ്ട, നോർമൽ ലാരിൻസ് എന്ന് പറയുമ്പോൾ അത്ര ഇൻഫ്ലെയിംഡ് അല്ല, വോക്കൽ കോഡ് ഒക്കെ തിന്നല്ലേ. പിന്നെ ഇപ്പത്തെ ഇൻഫ്ലെയിംഡ് ലാരിൻസ് പറയുമ്പോ ആ എപ്പിഗ്ലോട്ടിസ് ഒക്കെ കണ്ടോ, ഫുൾ സൊല്ലിരിക്കുന്നു. ഓക്കെ, അതാണ് നമ്മുടെ രണ്ടാം ഇൻഫെക്ഷ്യസ് ഗ്രൂപ്പ്, അല്ലെങ്കിൽ എന്താ പറയാ, ലാരിഞ്ചൈറ്റിസ് അല്ലെങ്കിൽ ട്രക്കിയോ ബ്രോങ്കിറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷൻ. ഇനി അടുത്ത കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സ്പാസ്മോഡിക് ഗ്രൂപ്പ്. ഹലോ, പോയോ? ഐഷ ലെഫ്റ്റ് ആയി. തിരിച്ചു വന്നു. ഹലോ ഹലോ, കാണാം, പറഞ്ഞു. ഓക്കെ, അടുത്ത സ്പാസ്മോഡിക് ഗ്രൂപ്പ്. അപ്പൊ ഇറ്റ് ഒക്കേഴ്സ് ബിറ്റ്വീൻ ഏജ് 1 and 3 years. പിന്നെ ഇതിലെ മെയിൻ ക്ലിനിക്കൽ ഫീച്ചർ എന്ന് പറഞ്ഞാല്, അതായത് ഇത് ശരിക്കും മെയിൻ ആയിട്ട് നൈറ്റിലാണ് എന്തുണ്ടാവുന്നത്, ഈ ഇൻസ്പിറേറ്ററി സ്ട്രൈഡർ ഒക്കെ വരെ കുട്ടി ഉറങ്ങിയിട്ട് പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോഴൊക്കെയാണ്. ചൈൽഡ് വേക്സ് അപ്പ് സഡൻലി ഇൻ ഏർലി ഹവേഴ്സ് ഓഫ് മോർണിംഗ്. കാരണം കുട്ടിക്ക് എന്തുവരും, ബ്രീത്തിങ് ഡിഫിക്കൽറ്റി, റെസ്പിറേറ്ററി ഡിസ്ട്രസ് ഒക്കെ വന്നിട്ട് കുട്ടി എന്ത് ചെയ്യാ, പെട്ടെന്ന് ഒന്നെങ്കിലും ഉറക്കത്തിന് എഴുന്നേക്കും, നൈറ്റിൽ തന്നെ പറയുന്നുണ്ട്. അല്ലാണ്ട് ഏർലി മോർണിംഗിൽ തന്നെ എന്ത് ചെയ്യും, സഡൻലി വേക്കപ്പ് ചെയ്യും. അങ്ങനത്തെ കണ്ടീഷനൊക്കെയാണ് മെയിൻ ആയിട്ട് സ്പാസ്മോഡിക് ഗ്രൂപ്പ് എന്ന് പറയുന്ന കണ്ടീഷൻ. ഇവിടെ സെയിം തന്നെ ബ്രാസി കോഫ് ഉണ്ടാവും, ഇൻസ്പിറേറ്ററി സ്ട്രൈഡർ ഉണ്ടാവും. പിന്നെ കുറച്ച് ഫ്യൂ ഹവേഴ്സ് കഴിയുമ്പോൾ അതെന്ത് ഇംപ്രൂവ് ചെയ്യും, പക്ഷെ അത് വീണ്ടും എന്ത് ചെയ്യും, റെക്കറന്റ് ചെയ്യും. അങ്ങനെ കുറച്ച് ദിവസത്തേക്ക് ഈ സെയിം കണ്ടീഷൻ തന്നെ എടുത്ത് കാണിക്കുന്നതാണ് എന്ത്, സ്പാസ്മോഡിക് ഗ്രൂപ്പ്. ഇതും മെയിൻ ആയിട്ടൊന്നുമില്ല, നമ്മൾ എന്ത് ചെയ്യാം, ഓക്സിജൻ സപ്ലിമെന്റേഷൻ ആണ്, ഹ്യൂമിഡിഫിക്കേഷൻ ഓഫ് ദ റൂം ഒക്കെയാണ്.
ബ്രീത്തിങ് ഡിഫിക്കൽട്ടി അല്ല, അപ്പൊ കുട്ടിക്ക് കൂടുതൽ ഓക്സിജൻ സപ്ലൈ ചെയ്യുക. എല്ലാം ഏകദേശം ട്രീറ്റ്മെന്റ് ഒക്കെ സെയിം തന്നെയാണ്. അതാണ് സ്പാസ്മോഡിക് ഗ്രൂപ്പ്. കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ. ഇനി ഡയഗ്നോസിസും മാനേജ്മെന്റും ഉള്ളൂ. ഇത് കണ്ട, ഇത് ഞാൻ പറഞ്ഞ ഫസ്റ്റ് കണ്ടീഷൻ സൂപ്രാഗ്ലോട്ടൈറ്റിസ് അല്ലെങ്കിൽ എപ്പിഗ്ലോട്ടൈറ്റിസ്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ എഴുതിയിരിക്കുന്നത് കണ്ടോ, ഇറ്റ് സ്റ്റാർട്ട്സ് ആസ് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ. പിന്നെ എന്ത് ചെയ്യും, അതായത് ആദ്യം ഫീവറും ഇതൊക്കെ ആയിട്ട് തുടങ്ങും. പിന്നെ ഈ കണ്ടീഷൻ വേഴ്സൺ ചെയ്തിട്ട് കുട്ടിക്ക് സാലോ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനെ സലൈവ മൊത്തം എന്ത് ചെയ്യും, ഡ്രിബിൾ ചെയ്യാൻ തുടങ്ങും. ചൈൽഡ് ഇറിറ്റബിൾ ആവും, പിന്നെ റസ്ലാവും, ഫറ്റീഗ് വരും. പിന്നെ കുട്ടി എന്ത് ചെയ്യും, നെക്ക് എക്സ്റ്റെൻഡ് ആയിട്ട് ലീൻസ് ഫോർവേഡ് ചെയ്യും. വോയിസ് എന്താ ഞാൻ പറഞ്ഞില്ലേ, ഫോണേഷൻ ഒക്കെ ഇല്ലാണ്ടാവും. ലേറ്റർ ഇൻസ്പിറേറ്ററി സ്ട്രൈഡർ എന്ത് ചെയ്യും, ഒക്കർ ചെയ്യും. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ സൂപ്പർഗ്ലോട്ടിസ്. ഇത് മറ്റേ സൊള്ളനെ ഡയറക്റ്റ് ലാരിങ്കോസ്കോപ്പി നോക്കുമ്പോൾ നമുക്ക് കാണുന്നതാണ്, മൊത്തം സൊള്ളനായിട്ട് കിടക്കുക. എപ്പിഗ്ലോട്ടൈറ്റിസ് ഒക്കെ മൊത്തം തടിച്ചു വീർത്തിരിക്കുന്നുണ്ട്. പിന്നെ അക്യൂട്ട് എപ്പിഗ്ലോട്ടിസ്, അതായത് നമ്മൾ ഡയറക്റ്റ് ലാരിങ്കോസ്കോപ്പി ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി. അപ്പൊ അതിൽ നമ്മൾ നോക്കുമ്പോൾ എന്തായിരിക്കും കാണുക, എപ്പിഗ്ലോട്ടിസ് മൊത്തം എന്തായിരിക്കും, ആംഗ്രി റെഡ് ആൻഡ് എഡിമാറ്റസ് ആയിരിക്കും. അത് എഴുതാട്ടോ, ആംഗ്രി റെഡ് കളർ ആയിരിക്കും, അല്ലെങ്കിൽ ചെറി റെഡ് എന്നൊക്കെ പറയാം. ഇനി ലാസ്റ്റ് രണ്ടെണ്ണം കൂടി, ഡിഡിയും പിന്നെ മാനേജ്മെന്റും. ഡിഫറൻഷ്യൽ ഡയഗ്നോസും ഇല്ല. എന്താന്ന് വെച്ചാൽ ഇതിപ്പോ ഒരു റെസ്പിറേറ്ററി ഒബ്സ്ട്രക്ഷൻ വന്നതല്ലേ, അതായത് ട്രക്കിയ മൊത്തം നാരോഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ. അങ്ങനത്തെ റെസ്പിറേറ്ററി ഒബ്സ്ട്രക്ഷൻ കോസ് ചെയ്യുന്ന എല്ലാ ഡിഡീസ് നമുക്ക് ഇതിന് പറയാം. അപ്പം അതിൽ വരുന്നതാണ് ആൻജിയോ ന്യൂറോട്ടിക് എഡിമ, റിട്രോഫാരിഞ്ചൽ ലാപ്സ്, അതൊക്കെ നമ്മൾ പഠിച്ചതല്ലേ. പിന്നെ എന്തെങ്കിലും ഫോറിൻ ബോഡി ആസ്പിറേഷൻ, അതൊക്കെ DD ആയിട്ട് വരാം. പിന്നെ എന്താ ഡിഫ്തീരിക് ഗ്രൂപ്പും അതുപോലെ തന്നെ മീസ്, അതായത് ഡിഫ്തീരിയ വന്നിട്ട് അതിൽ ഈ ഗ്രൂപ്പ് വരുന്ന കണ്ടീഷൻ വരുന്നുണ്ട്, അതാണ് ഡിഫ്തീരിയറ്റിക് ഗ്രൂപ്പ്. പിന്നെ മീസിൽസ്, ഇതിൽ എന്ത് വരുന്നുണ്ട്, റെസ്പിറേറ്ററി ഒബ്സ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതായത് നമ്മൾ പറയുന്നുണ്ട് ലാരിഞ്ചൈറ്റിസ് എന്നൊക്കെ പറയുന്നുണ്ട്. മീസിൽസ് നമ്മൾ ക്ലിനിക്കൽ ഫീച്ചർ ആയിട്ട് പറയുന്നുണ്ട്, ബ്രോങ്കൈറ്റിസ്, ട്രക്കിയൈറ്റിസ്, ലാരിഞ്ചൈറ്റിസ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതും ഇതും തമ്മിൽ ഗ്രൂപ്പ് ആണോ എന്നുള്ളത് നമ്മൾ ഡിഫറൻഷ്യൽ. മീസിൽസ് നമുക്ക് അറിയാലോ, റാഷും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ മാനേജ്മെന്റ്, മൊത്തത്തിലുള്ള മാനേജ്മെന്റ് നമ്മൾ എന്ത് ചെയ്യാം, ഞാൻ പറഞ്ഞു സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ ആയിരിക്കും, അപ്പൊ ഒരു ഫീവർ ഒക്കെ ആയിട്ടായിരിക്കും കുട്ടി പ്രസന്റ് ചെയ്യുക. അപ്പൊ അതിന് എന്ത് ചെയ്യുക, സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റ് ഫോർ ഫീവർ കൊടുക്കുക, ആന്റിബയോട്ടിക്സ് സംഭവങ്ങളൊക്കെ കൊടുക്കുക. പിന്നെ എന്ത് ചെയ്യുക, പാരന്റ്സ് ഇനി അഥവാ ഫീവർ അങ്ങനെ അങ്ങ് സബ്സൈഡ് ചെയ്ത് കൊടുത്താലും, അല്ലെങ്കിൽ കുട്ടിക്ക് അപ്പൊ ഒരു പ്രശ്നമില്ല, ഞാൻ പറഞ്ഞില്ലേ സ്പാസ്മോഡിക് ഗ്രൂപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒരു ദിവസം വന്ന് കുഴപ്പമുണ്ടാവില്ല, പിന്നെ കുറച്ച് 2-3 ദിവസം കഴിഞ്ഞിട്ട് സബ്സീക്വന്റ് ആയിട്ട് റെക്കർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനത്തെ കണ്ടീഷൻ ഉള്ളതുകൊണ്ട് അതൊക്കെ നമ്മൾ പാരന്റ്സിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. കുട്ടിക്ക് എന്തെങ്കിലും സിംറ്റംസ് വേഴ്സൺ ചെയ്യുകയാണെങ്കിലോ ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, ഹോസ്പിറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ മാനേജ്മെന്റ്, ഇത് നമ്മൾ ചെയ്തിട്ട് എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന്, അതിന് വേണ്ടിട്ട് നമ്മൾ പറയാം സെക്കൻഡ്, അതായത് ഇൻഫെക്ഷ്യസ് ഗ്രൂപ്പ് ഞാൻ പറഞ്ഞില്ലേ, രണ്ടാമത്തെ കേസ് ലാരിഞ്ചൈറ്റിസ്, ട്രക്കിയോ ബ്രോങ്കൈറ്റിസ്. അത് ടെക്സ്റ്റിൽ അതിനൊന്ന് എന്താ 3 ടൈപ്പ് ആയിട്ട് പറയുന്നുണ്ട്, മൈൽഡ് ഗ്രൂപ്പ്, മോഡറേറ്റ് ഗ്രൂപ്പ്, സിവിയർ ഗ്രൂപ്പ്. അതായത് മൈൽഡ് ഗ്രൂപ്പ് ഒക്കെ ആണെങ്കിൽ കുട്ടിക്ക് വലിയ കുഴപ്പമൊന്നും നോക്കുന്നുണ്ടെങ്കിൽ കുട്ടി ഭയങ്കര വേറെ കാര്യമായിട്ടൊന്നും മൈൽഡിൽ ഉണ്ടാവില്ല, മൈൽഡ് കേസ് ആണെന്നുണ്ടെങ്കിൽ. പക്ഷെ അവിടെ എന്തുണ്ടാവാം, കുട്ടി ചുമക്കുമ്പോ അതിന്റെ കൂടെ എന്തുണ്ടാവും, സ്ട്രൈഡർ ഉണ്ടാവും. പക്ഷെ റെസ്റ്റ് ചെയ്യുമ്പോൾ യാതൊരു കുഴപ്പമില്ല കുട്ടിക്ക്, അങ്ങനത്തെ ഒരു കണ്ടീഷൻ. പിന്നെ റെസ്പിറേറ്ററി ഡിസ്ട്രസ്, അതായത് നന്നായിട്ട് എന്ത് ചെയ്യുക, ബ്രീത്തിങ് ഡിഫിക്കൽട്ടിയോ അല്ലെങ്കിൽ സാലോ ചെയ്യാനുള്ള ബുദ്ധിമുട്ടോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും കുട്ടിക്കില്ല. നമ്മൾ പിന്നെ ഓക്സിജൻ സാച്ചുറേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റൂം എയർ കണ്ടീഷനിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ മോർ ദാൻ 92% ഉണ്ടാവും, അതായത് മൈൽഡ് കണ്ടീഷൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ആ സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റ് കൊടുക്കുക, അതായത് ഫീവർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് സബ്സൈഡ് ചെയ്യാനുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളും കൊടുക്കുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, പാരന്റ്സിന് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക, ഇങ്ങനെ ഗ്രൂപ്പ് കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്, സബ്സിക്വന്റ് ആയിട്ട് റെക്കറൻസ് വരാനുള്ള ചാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. അതാണ് മൈൽഡ് കണ്ടീഷൻ. ഇനി നമ്മൾ മെയിൻ ആയിട്ട് മാനേജ്മെന്റിൽ പറയുന്നത് ഈ മോഡറേറ്റ് കണ്ടീഷന്റെ സിവിയർ കണ്ടീഷന്റെ ആണ്. അപ്പൊ മോഡറേറ്റ് കണ്ടീഷൻ പറഞ്ഞാൽ കംഫർട്ട് ആയിരിക്കത്തില്ല, കുറച്ച് ഇറിറ്റബിളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ സിവിയർ ആണെന്നുണ്ടെങ്കിൽ കുട്ടി ഭയങ്കര റെസ്റ്റ്ലെസ് ആയിരിക്കും, ഭയങ്കര ഫാറ്റ് ആയിരിക്കും, ഭയങ്കര അജിറ്റേറ്റഡ് ഒക്കെ ആയിരിക്കും കുട്ടി സിവിയർ ആണെന്നുണ്ടെങ്കിൽ.
പിന്നെ മോഡറേറ്റ് ഗ്രൂപ്പിൽ തന്നെ എന്തുണ്ടാവും, കുട്ടി റെസ്റ്റിൽ എന്തുണ്ടാവും, എന്തുണ്ടാവില്ല, സ്ട്രൈഡ് റെസ്റ്റിലില്ല, ഏതില് മൈൽഡ് കണ്ടീഷനിൽ ഓഫിന്റെ. പിന്നെ ആ മോഡറേറ്റ് കണ്ടീഷനിൽ സ്ട്രൈഡർ ഉണ്ടാവും, പക്ഷെ കുട്ടി ഒന്നുകൂടി അജിറ്റേറ്റഡ് ആകുമ്പോൾ അത് കുറച്ചും കൂടി വേഴ്സൺ ചെയ്യും. മറ്റേതും അതുപോലെ തന്നെ ഈവൺ അറ്റ് റെസ്റ്റും ഉണ്ടാവും, വേഴ്സൺസ് ഓൺ അജിറ്റേഷൻ, ഏത് സിവിയർ ആണെന്നുണ്ടെങ്കിലും ഉണ്ടാവും. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാല് കുട്ടിക്ക് എന്തുണ്ടാ റെസ്പിറേറ്ററി ഡിസ്ട്രസ് വന്നിട്ട് നമ്മൾ ഇന്റർകോസ്റ്റൽ അല്ലെങ്കിൽ എന്താ സൂപ്പർസ്റ്റേണൽ റിട്രാക്ഷൻസ് ഒക്കെ കണ്ടു തുടങ്ങും മോഡറേറ്റ് ആണെങ്കിൽ. പിന്നെ പിന്നെ മറ്റേലാണെങ്കിൽ മാർക്കറ്റ് ടെക്കിപ്നിയ മോഡറേറ്റിൽ അങ്ങനെ കാണുന്നില്ല, സിവിയറിലാണ് മെയിൻ ആയിട്ട് റിട്രാക്ഷൻ കാണും. പിന്നെ ഇവിടുത്തും അതുപോലെ തന്നെ എയർ ഹ്യൂമിഡിഫിക്കേഷൻ ഒന്നും വലിയ കാര്യമായിട്ട് ചെയ്യേണ്ടി വരില്ല മോഡറേറ്റില്. പക്ഷെ സിവിയർ ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഓക്സിജൻ, അത് നമ്മളെ എയറിന്റെ ഇതെന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 92% ആയിരിക്കും. അതായത് കുട്ടിക്ക് എന്തിലേക്ക് എത്തിയിട്ടുണ്ടാവും, സൈനോസ്ഡ് ആയിട്ടുണ്ടാവും, കുട്ടി ഫുള്ള് സൈനോസിസ് വന്നിട്ടുണ്ടാവും. മോഡറേറ്റിലാണെങ്കിൽ സൈനോസിസ് വന്നിട്ടുണ്ടാവത്തില്ല. ഓക്കെ, അപ്പൊ അതിനനുസരിച്ചാണ് നമ്മൾ ഇനിയുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. അതാണ് ഫസ്റ്റ് പറഞ്ഞത്. മോഡറേറ്റ് കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ, മോഡറേറ്റ് കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ കുട്ടീനെ എന്ത് ചെയ്യുക, ഹോസ്പിറ്റലൈസ് ചെയ്യുക. ആ കുട്ടിക്ക് നമ്മൾ മെയിൻ ആയിട്ട് കൊടുക്കേണ്ടത് എന്താണ്, ഓക്സിജൻ മാസ്ക് ആണ്. എന്തിനു വേണ്ടിട്ടാ, ടു പ്രിവെന്റ് ഫ്രം അല്ലെങ്കിൽ പ്രൊട്ടക്ട് ഫ്രം സൈനോസിസ്, കുട്ടിക്ക് സൈനോസിസ് വരാണ്ടിരിക്കുക അല്ലെങ്കിൽ സിവിയർ ആവാത്ത കണ്ടീഷൻ ആവാൻ വേണ്ടി കുട്ടീനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാം. ഹോസ്പിറ്റലൈസ് ചെയ്യാൻ തന്നെ നമ്മൾ എപ്പിനെഫ്രിൻ കൊടുക്കുക, 1:1000 ഡയലൂഷൻ, 0.1 to 0.5 ml/kg, അത് മാക്സിമം 5 ml വരെ നമ്മൾ കൊടുക്കേണ്ടി വരും, നെബുലൈസേഷൻ കൊടുക്കുക. ഇനി സിവിയർ ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഡെക്സാമെത്തസോൺ കൊടുക്കുക. സിംഗിൾ ഡോസ് തന്നെയാണ്, 0.3 to 0.6 mg/kg ഇൻട്രാമസ്കുലർലി കൊടുക്കുക. പിന്നെ അതിന് കൂടെ തന്നെ ബ്യൂട്ടിസോണൈഡ് നമ്മൾ ഇൻഹലേഷന് കൊടുക്കുക, അറ്റ് എ ഡോസ് ഓഫ് 1 mg twice a day for 2 days. പിന്നെ സിവിയർ ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ, അതായത് എന്തുണ്ട്, കുട്ടി നല്ലോണം സൈനോസ്ഡ് ആണ്, നമ്മൾ ലാസ്റ്റ് കണ്ടീഷൻ പറഞ്ഞില്ലേ, അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ അത് നല്ലോണം റെസ്പിറേറ്ററി ഡിസ്ട്രസോ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ട്, നല്ലോണം കുട്ടി അജിറ്റഡ് ആണ്, ഫറ്റീഗ് ആണ്, സ്ട്രൈഡർ അറ്റ് റെസ്റ്റ് ഉണ്ട്, പിന്നെ അത് വേഴ്സൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അങ്ങനത്തെ കണ്ടാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ചെയ്യാം അർജന്റ് ഹോസ്പിറ്റലൈസേഷൻ ചെയ്യാം. നേരത്തെ പറഞ്ഞില്ലേ എപ്പിനെഫ്രിൻ കൊടുക്കുന്ന പറഞ്ഞില്ലേ, അതും സ്റ്റിറോയിഡ്സും കൊടുക്കും. കഴിഞ്ഞു. ഹലോ 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 അതും കേട്ടോ? എവിടെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും പാട്ട് ഞാൻ ഒന്നും കൂടി പറയാ വേണമെങ്കിൽ. ഹലോ ഹലോ ഏതെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യണോ? ഓക്കെ, ഞാൻ ഇതെന്നാല് ഗ്രൂപ്പിൽ ഇടാം. ഞാൻ മാമിന്റെ നോട്ട് നോക്കിയാണ് കേട്ടോ, തംസൈൻ ഉണ്ട് കേട്ടോ, പോസിറ്റീവ് തംസൈൻ എക്സ്റേ ലാറ്ററൽ നെക്കിൽ ഫോട്ടോ ഇടാം. ഞാൻ ഗ്രൂപ്പിലിടാം ഫോട്ടോ. അതൊന്ന് ഗ്രൂപ്പിൽ ടെക്സ്റ്റിൽ ഇടാം. ബൈ. ഓക്കെ ബൈ.